വേറൊരു പാഠം വൃക്ഷം ബോധപ്പെടാതെ അനീഷേ എല്ലാവരും ഒന്ന് ഇരിക്കൂ. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. മതി അടുത്ത തുടങ്ങി മോനെ പ്രവർത്തനമുള്ളത് സ്വാഗതം പറയുന്നവരെ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന രക്തദാന ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇതിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സേവാഭാരതി സെക്രട്ടറിയായ ശ്രീമാൻ ചന്ദ്രമോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. കീഴിലെ സേവാഭാരതി സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഉദ്ഘാടകനായ ഡോക്ടർ ചന്ദ്രമോഹൻ സാറിനെ ഞാൻ ഈ ഷെയറിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അധ്യക്ഷനായ ചന്ദ്രമോഹൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഈ രക്തദാന ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഹരിമാർ ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കീഴിലെ സേവാഭാരതി വൈസ് പ്രസിഡന്റ് സോമൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കീഴിലെ സേവാഭാരതി ട്രഷറർ രാജൻ ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പേരിലും കീഴിലെ സേവാഭാരതിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ക്ഷണിച്ചു കൊള്ളുന്നു. ചന്ദ്രബാബു സാറിനെ ക്ഷണിച്ചു. അത് സെക്രട്ടറി കൊടുക്കും. അത് കണക്കിലേക്ക്
ഉദ്ഘാടക രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഉദ്ഘാടക സാറിനെ ഞാൻ ക്ഷണിച്ചു. രക്തദാനം മഹാദാനം എന്നാണ്. ഒരാളെ രക്തം ദാനം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 4 പേരുടെ ജീവനാണ് രക്ഷിക്കുന്നത്. രക്തം നമ്മൾ ദാനം ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഘടകങ്ങളായിട്ട് തിരിച്ചാണ് പ്ലാസ്മ ഘടകങ്ങളായിട്ട് തിരിച്ചാണ് രക്തം ആവശ്യമുള്ളത്. രക്തം നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരാൾ രക്തം ദാനം ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് നേട്ടം നമുക്കിപ്പോൾ തന്നെ ഒരു അത്യാഹിതം ഉണ്ടായി. ഇവിടെ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, അങ്ങനെയുള്ള അത്യാഹിതങ്ങൾ, തീപിടുത്തം മറ്റ് എന്തെങ്കിലും മഹാവ്യാധികളൊക്കെ വരുമ്പോൾ രക്തത്തിന് വളരെ പെട്ടെന്ന് രക്തത്തിൻ്റെ ആവശ്യം വരും. ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന രക്തം നമുക്ക് ആവശ്യക്കാർക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ മഹത്തായ ഒരു കർമ്മമാണ് ഈ ചെയ്യുന്നത്. സാധാരണ ഈ രക്തദാനത്തിനെ പറ്റി ഒരു ബോധവൽക്കരണമാണ് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം. എല്ലാവർക്കും പേടിയാണ്, നമ്മുടെ നാട്ടുകാർക്ക് ഒരു പേടിയാണ്. ഇത് രക്തദാനം ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എല്ലാവർക്കും രക്തദാനം ചെയ്യാം. രക്തദാനം എന്ന് പറയുന്നത് ഒരു നല്ല കർമ്മമാണ്. മാത്രമല്ല രക്തം ദാനം ചെയ്യുന്നവർക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. രക്തം ദാനം ചെയ്യുന്നത് നമ്മുടെ ഒരു സാധാരണ 18 വയസ്സ് മുതൽ 65 വയസ്സിലുള്ളവർക്കാണ് രക്തം ദാനം ചെയ്യാനായിട്ട് അവരുടെ നിന്ന് മാത്രമേ രക്തം എടുക്കത്തുള്ളൂ. ഈ രക്തം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്കിടെ ഫ്രഷ് ചെയ്യുന്നത് രക്തം എടുക്കുന്നവർ ഒരു ആരോഗ്യമുള്ള ഒരാളിൽ നിന്ന് 45 കിലോ ഭാരത്തിന് കൂടുതലുള്ള മാത്രമേ രക്തം എടുക്കത്തുള്ളൂ. അപ്പോൾ 45 കിലോ ഭാരം മേലുള്ള ഒരാളിൽ നിന്ന് 350 ml ഒരു പ്രാവശ്യം രക്തം. അത് ഒരു 48 മണിക്കൂർ കൊണ്ട് അത് നമുക്ക് തിരിച്ചു 2 ആഴ്ച കൊണ്ട് തന്നെ തിരിച്ച് നമുക്ക് വരാൻ കീമുള്ളതുകൊണ്ടുള്ള അതും പരിഹരിക്കും. അപ്പോൾ അങ്ങനെ രക്തം ദാനം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കട്ടി കുറയും. അപ്പോൾ രക്തഫ്ലോ കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ടാകും. സ്ട്രോക്കൊക്കെ ഉണ്ടാകേണ്ട സാധ്യത അത് കുറയുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു പഠനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ രക്തദാനം പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ രക്തം ദാനം ചെയ്യും. രക്തദാനം എന്ന് പറയുന്നത് നമ്മൾ സ്വമേധയാ മറ്റാരുടെയും പ്രേരണ കൂടാതെ നമ്മൾ രക്തം ശാസ്ത്രീയമായ രീതിയിൽ രക്തം കൊടുക്കുന്നതാണ് രക്തദാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല കർമ്മമാണ്. അപ്പോൾ ഈ സേവാഭാരതിയിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും നല്ല കാര്യം. ഈ നാട്ടുകാർക്കായിട്ട് ഈ രക്തദാനത്തിനെ പറ്റി ബോധവൽക്കരണം അത് പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിക്കും. രക്തദാനം ചെയ്യുന്നു, ക്യാമ്പ് സംഘടിപ്പിക്കുന്നു, എല്ലാ എൻ്റെ രക്തദാന ക്യാമ്പിന് എല്ലാവരും ഡോക്ടറല്ലേ